നമസ്കാരം. നമ്മുടെ യാത്രയിൽ ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. PM വിനോദ് ലാൽ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടുകാരനാണ്, മീൻസ് നമ്മുടെ അതിഥിയാണ്. നമുക്ക് അദ്ദേഹത്തോടെ ചോദിക്കാം, സിനിമാ മേഖലയിൽ ഇപ്പൊ എത്ര വർഷമായി? ഞാൻ സിനിമാ മേഖലയ്ക്ക് മുമ്പ് ദൂരദർശൻ മാത്രമുള്ള സമയത്തെ വർക്ക് ചെയ്ത് തുടങ്ങിയാണ്. പിന്നീട് സിനിമയിൽ കുറെ എങ്കിലും ഒരു 10 വർഷമാവും. 10 വർഷത്തോളം അല്ലെ? ഉണ്ട്. ഇന്നിപ്പം അവാർഡുകൾ വാരിക്കൂട്ടിയ 1-2 സിനിമകൾ അത് ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു അല്ലെ? സ്റ്റാൻഡേർഡ് 5B. അതിനകത്ത് ശാർഗന്ദ്രൻ കൂത്തുപറമ്പിനെ കൊണ്ട് കണ്ടനാദം കൊണ്ടാണ് മുഴുവനായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്വതസിദ്ധമായ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് അല്ലെ? അപ്പൊ അത് അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരുന്നു? നമ്മുടെ ഒരു സംവിധായകന്റെ കഴിവാണ് അതിൻ്റെ അകത്തൊരു പ്രാധാന്യം. അല്ല, നമുക്ക് ഈ ടെക്നിക്കൽ ഇപ്പോൾ ഞാനൊരു കോളേജിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലായിട്ടാണ് പിള്ളേരെല്ലാം സൈഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിന്നസ് വാങ്ങിച്ചു വരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ നമ്മൾ നെറ്റൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഗിന്നസിലെത്താനോ അല്ലെങ്കിൽ നമുക്ക് വേൾഡ് റെക്കോർഡ് വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് വോക്കൽ ഞാൻ പല വോയിസ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ശാർഗരിൻ്റെ തന്നെ നമ്മുടെ പുലിമുരുകൻ അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ തോന്നുമല്ലോ, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ചെയ്തുകൂടാ. ചിത്രം അതെ, ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അതിനൊരു 2 മാസം എടുത്താണ്. എന്ന് വെച്ചാൽ അത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യനെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത്. അപ്പൊ അദ്ദേഹം ടയേർഡായി പിന്നെ അങ്ങനെ ആവും. അതുകൊണ്ട് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ 2 മാസം എടുക്കൂല. എന്നാലും നമുക്ക് വെറൈറ്റി ഒക്കെ സാധനം കിട്ടാനും. സ്റ്റാൻഡേർഡ് 5Bയുടെ ഒരു അനുഭവം നന്നായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉള്ളൊരു സിനിമയാണല്ലോ. അത് മാത്രമല്ല, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. അപ്പോഴതിന് അത് ഉണ്ടായിരുന്നു. പിന്നെ അനുഭവം ഭയങ്കര അനുഭവമായിരുന്നു. കാര്യം കുട്ടികളുടെ ഇടയിൽ ആ ഒരു നിറഞ്ഞ സദസ്സിൽ ആ സിനിമ കാണുമ്പോൾ കുട്ടികളുടെ പ്രതികരണം ഉണ്ടല്ലോ. അതേസമയം അതൊരു വലിയ ആളെ കാണിച്ചു കഴിഞ്ഞാൽ അവരാരും അങ്ങനെ പ്രതികരിക്കൂല. അതൊരു നോർമൽ. പക്ഷെ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കൊണ്ടപ്പോഴാണ് നല്ലൊരു പ്രമേയം, ലഹരിക്കെതിരെയുള്ള ഇതായിരുന്നു, പ്രമേയമായിരുന്നു. അതിൽ ശൈല ടീച്ചറൊക്കെ പിന്നെ ഇവിടെ നമുക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് അത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല പ്രമേയമായതുകൊണ്ട് ജയരാജ് സാർ സപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കുട്ടികളുടെ ആ നിറഞ്ഞ സദസ്സിൽ അത് ഇവിടെ പ്രത്യേകിച്ച് കൂത്തുപറമ്പ് ബേബി തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ഹൗസ്ഫുള്ളായിരുന്നു. 2 സ്ക്രീനും ഫുള്ളായിരുന്നു. ആർക്കും സെർച്ച് അറിയാമല്ലോ. ആ നിറഞ്ഞ സൈസ് അപ്പുറത്തെ ഹോളും ഫുള്ള്, ഇപ്പുറവും ഫുള്ള്. അതിൻ്റെ ഇടയിൽ ആ കുട്ടികളുടെ പ്രതികരണം ഇത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഇനി അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം കുട്ടികളെ അത്ര ഹാപ്പി ആയിരുന്നു. അല്ല, നമുക്ക് അങ്ങനെ ഒരു വലിയ സന്തോഷം. സ്റ്റാൻഡേർഡ് 5Bക്ക് ശേഷം അടുത്തൊരു പ്രൊജക്ട് വന്നല്ലോ. സ്റ്റാൻഡേർഡ് 5Bക്ക് ശേഷമുള്ള പ്രോജക്റ്റും ഇതേപോലെ ടെക്നിക്കൽ സൈഡാണ്. അതൊരു ഫുൾ ടോൺ മൂവിയാണ്. ഞാൻ അങ്ങനെ ആരത്തും അങ്ങനെ നമ്മൾ ഇത് ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ട് ട്രോൺ ഉപയോഗിച്ച്, അത് വേറെ എന്തോ ചെറിയ പ്രോജക്റ്റുകളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴുണ്ട്. ഫുൾ മൂവിക്ക് അങ്ങനെയില്ല, അത് ഫുൾ ട്രോൺ മൂവി. പിന്നെ അതിൽ എന്തെങ്കിലും ടെക്നിക്കൽ വ്യത്യസ്തത. വാട്സപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. വാട്സപ്പ് ദോഷവുമാണ് ഗുണവുമാണ് എന്ന എല്ലാമാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു പേരും കൂടിയാണ്. അത് ഇന്ന് ഈ ഒരു ചാനലിലൂടെ ഈ പേര് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അത് മാത്രമല്ല, ട്രോൺ മൂവി ഒന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. അത് ട്രോൺ മൂവി അത് 10 ദിവസം ഷൂട്ട് ചെയ്തായിരുന്നു. നമ്മുടെ കമ്മട്ടിപ്പാടത്തിലേക്ക് മണികണ്ഠൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ദേവൻ സാറ്, കുറച്ച് പിന്നെ മേഘന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അത് തമിഴിൽ 10-12 പടമൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. അതില പിന്നെ നായികയായിട്ട് അഭിനയിക്കുന്ന. അവർക്കൊരു വെറൈറ്റി ഉണ്ടാക്കുക. പ്രത്യേകിച്ചും ഇവിടെ ഞാനിപ്പോഴും ഈ ഇരിട്ടി ഇന്ന ഭാഗങ്ങളൊക്കെ നല്ല ലൊക്കേഷൻ. ട്രോൺ മൂവി ആകുമ്പോൾ ഇരിട്ടിയൊക്കെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. അതൊന്ന് താല്പര്യമുണ്ട്. ഇരിട്ടി കഴിഞ്ഞ വർക്ക് കണ്ണൂര്, പയ്യന്നൂർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ഭാഗത്ത് ഇരിട്ടി ഭാഗത്തേക്കാണ്. അല്ല, ഇരിട്ടി നല്ല ലൊക്കേഷനാണ്. തീർച്ചയായിട്ടും പച്ചപ്പുണ്ട്, വെള്ളമുണ്ട്, നല്ല രീതിയിലുള്ള പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം എന്ന രീതിയിൽ. ഈ 5Dക്ക് മുമ്പായിട്ടൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ലൈഫ് ഫുൾ ഓഫ് ലൈഫ്. അത് അത്യാവശ്യം ഓണത്തിന് റിലീസായിരുന്നു. കുഴപ്പമില്ലാതെ അത് പോയായിരുന്നു. അതിന് നല്ല പാട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ അത് പിന്നെ അസീസ് എന്ന് പറയുന്ന നടൻ, ദേവൻ, പിന്നെ കുറെ ആർട്ടിസ്റ്റ്, കുറെ നിരയുണ്ടായിരുന്നു. അതെല്ലാം നിലമ്പൂരായിരുന്നു. തിരുവനന്തപുരത്തുള്ള യാത്ര തുടർന്നു. ഇന്ന് ഞങ്ങളുടെ ഒപ്പം കണ്ണൂരിൽ ഇരട്ടിയിലെത്തിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞാന് വേറൊരു പ്രോജക്റ്റ് കൂടി ഇങ്ങനെ പ്ലാൻ ഉണ്ട്. നമ്മള് ഒരു പിന്നെ അതും വ്യത്യസ്തമായിട്ടൊരു സാധനം തന്നെ. അത് ഹിന്ദിയിൽ ലയൺ ബേഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ്
എന്ന് വെച്ചാൽ ഒരു AI വർക്ക് ചെയ്യാനായിട്ട്. വർക്ക് ഓക്കെ, ഒരു സ്റ്റെപ്പിനടുത്ത് കടന്നു പോവാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. ഒരു 10 ദിവസത്തെ കൽക്കത്ത, ഡൽഹിയിലൊക്കെ ഷൂട്ട് ചെയ്ത്. പിന്നെ എനിക്ക് അവിടെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മലയാളത്തിലാവുമ്പോഴും മലയാളത്തിൽ ചിലപ്പോഴും ദാവത്തുണ്ട് അങ്ങോട്ട് കുറച്ച് അത് പലരും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. AI വർക്ക് നമ്മളോടൊപ്പം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആദ്യം ചെയ്യണ ആരോ അവർക്ക്. അപ്പം പിന്നെ നമ്മുടെ ആദ്യഘട്ടത്തിൽ ദൂരദർശനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് അതിനെ കുറിച്ചൊന്ന് പറയാമോ? ജോലി ആ ഒരു സംഭവം. ദൂരദർശൻ അതൊരു ചരിത്ര സംഭവം എന്ന് വെച്ചാൽ അത് അങ്ങനെ വലിയ അല്ല, പ്രത്യേകിച്ച് ആർക്കും അറിയാത്തൊരു സാധനമാണ്. കാര്യം ഗാനാഞ്ജലി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം 2021 വരെ 7 വർഷം കണ്ടിന്യൂസ് അവിടെ എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗാനാഞ്ജലി വഴി ഒരുപാട് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ആരും പേര് പറയുന്നില്ല. അതിവിടെയുള്ള പയ്യന്നൂര്, കണ്ണൂര്, കാസർഗോഡ്. അന്ന് കാസർഗോഡ്, കണ്ണൂരൊക്കെ എനിക്ക് സുഹൃത്തുക്കളുള്ളതുകൊണ്ട് കണ്ണൂർ, കാസർഗോഡ്, ബേക്കൽ ഫോർട്ട് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യണോണ്ട് ദൂരദർശനിൽ നിന്ന് എനിക്ക് പെർമിഷൻ കൂടുതൽ കിട്ടുമായിരുന്നു. എറണാകുളം വരെ അന്ന് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്കങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യാം. അത് പ്രത്യേകിച്ച് ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ അന്ന് ഗാനാഞ്ജലി എന്ന് പറയുമ്പോൾ ഗാനങ്ങളുടെ കൂട്ടമാണ്. അപ്പൊ ഗാനങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ വ്യാഴാഴ്ച ചിത്രഗീതം കാണുമായിരുന്നു. ഈ ചിത്രഗീതത്തെ അനുകരിച്ചിട്ട് നമുക്കൊരു പാട്ടുകൾ മാത്രം അങ്ങനെ ചിട്ടപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ദൂരദർശനിൽ ഞാൻ സംസാരിക്കുകയും അങ്ങനെ ഒരാളുടെ കൂടെ കുറെ മ്യൂസിക് ഡയറക്ടർമാരെ കൂട്ടി പാട്ട് അവിടെ കൊടുത്തിട്ട് അപ്രൂവൽ കിട്ടിയ ഒരു സാധനമാണ് ഗാനാഞ്ജലി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കൽ ഇപ്പോഴുണ്ടാകുന്ന ആൽബം നമുക്ക് വേണമെങ്കിൽ എനിക്ക് അതിന്റെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഈ ആൽബം ഫസ്റ്റ് സ്റ്റാർട്ട് ഞാനെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ആൽബങ്ങൾ ഇറങ്ങിയത്. കാര്യം അതിന് എവിഡൻസ് ഉണ്ട്. അത് വെച്ചിട്ട് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, അന്ന് കിട്ടിയിട്ടുണ്ട്. അല്ല അന്ന് നമ്മള് ചിത്രഗീതം നമ്മള് ഇത്തിരി നമുക്ക് അന്ന് ദൂരദർശൻ അടുത്ത ഏഷ്യാനെറ്റ് രണ്ടാമത് തുടങ്ങി വരുന്ന സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ വരുന്ന ഒരു സമയം. അതാണ് ആ ഒരു വളർച്ചയാണ് ഇവിടം വരെ ഇപ്പൊ എത്തിയിരിക്കുന്നത് അല്ലേ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ. അന്ന് ആ പ്രോഗ്രാം ഇങ്ങനെ എനിക്ക് ആശയം അന്നോട്ട് ഇങ്ങനെയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഗാനാഞ്ജലി വഴി ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരുപാട് ലൊക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ. അതോടെ ലൊക്കേഷനിൽ പോയിട്ട് അവിടെയുള്ള ഗായകരെയാണോ അവിടെ ഉള്ളവരെ തന്നെ ഉൾപ്പെടുത്തും, അവിടെയുള്ള ആൾക്കാരെ തന്നെ ഉൾപ്പെടുത്തി എന്ന് വെച്ചാൽ അവിടെ അവർക്ക് തന്നെ അവസരം, അല്ല വേറെ അങ്ങനെയല്ല. അങ്ങനെ ഒരുപാട് അങ്ങനെയാണ് കാസർഗോഡ്, കണ്ണൂർ, പയ്യന്നൂരുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് നമ്മൾ എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തിരുവനന്തപുരത്തല്ലേ. അപ്പൊ ഇതെവിടുത്തെ ആർട്ടിസ്റ്റ്, ഇതാരാണ്, ഇതെങ്ങനെയാണ്, ഞാൻ ആ ഒരു കണക്ഷൻ ഇങ്ങോട്ട് വന്നു. ഒരുപക്ഷെ കേരളക്കാരെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ആദ്യമായിട്ട് കലാകാരന്മാരെ ജനകീയമാക്കിയത് എനിക്ക് എന്റെ സുഹൃത്താണെന്ന് എനിക്ക് പറയാം അഭിമാനത്തോടെ. അല്ലേ, ഞാൻ ആദ്യം ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്ലസ് അതിന്റെ ഒരു കാര്യമുണ്ട്. കാര്യം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് കണക്ഷനും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നോണ്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തത്. ശരിയാണ്. ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് നമ്മുടെ ഫാമിലി ആയിരിക്കും. ഫാമിലി ഫാദറായിരുന്നു. ഫാദർ ഇപ്പോൾ മരിച്ചു വരുന്നു, 5 വർഷമായി. പുള്ളി ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പുരുഷോത്തമൻ എന്നാണ്. പക്ഷെ ഫാദറാണ് തിരുവനന്തപുരത്ത് തന്നെ. ഫാദറായിരുന്നു ഇങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്ത്. അന്ന് ഇങ്ങനെ ഞാൻ കോളേജിലും അന്ന് സ്കൂളിലും ഒക്കെ ഇതേപോലെ ഈ വെറൈറ്റി പ്രോഗ്രാം, അത് നമുക്ക് ഇപ്പോഴേ നമ്മുടെ നിങ്ങൾ സ്റ്റാൻഡേർഡ് 5Bയിൽ ഒരു മീൻ വെച്ചുകൊണ്ട് നമ്മുടെ മട്ടൻ ശിവദാസ് ഒരു മീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് 25 വർഷം പഴക്കമുള്ള മീനാണത്. കാര്യം അത് എന്തിൽ തീർത്തിട്ടുള്ളതെന്നറിയാം. ഈ ചൂട്ടുണ്ടല്ലോ, നമ്മുടെ ചൂട്ടെന്ന് ഇവിടെ എങ്ങനെ പറയുമെന്നറിയില്ല, നമ്മുടെ കുതുമ്പും ചൂട്ടും വേറെ വാക്കായിരിക്കും ഇവിടെ. അത് കട്ട് ചെയ്തിട്ട് ഞാൻ അന്ന് സ്കൂളിൽ ഫസ്റ്റ് നേടിയ സാധനമാണ്. 10-30 വർഷത്തെ പഴക്കമുണ്ട് അതിന് സ്കൂളിൽ. അല്ല അതെനിക്ക് ആ ഫ്രെയിമിൽ കഴിഞ്ഞ് അന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും എനിക്ക് വിഷമമില്ല, ആ ഫ്രെയിമിൽ ഉണ്ടല്ലോ. അതാ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല, അതും അന്നേ എനിക്കവിടെ ഫൈൻ ആർട്സ് കോളേജ് കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ അതല്ല, ഫൈൻ ആർട്സ് കോളേജ് കുട്ടികളൊക്കെ എന്റെ പ്രോഗ്രാം കാണാൻ തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജ് അറിയില്ല, തിരുവനന്തപുരത്ത് ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ട്. എക്സിബിഷനൊക്കെ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വരുമായിരുന്നു. അതിന്റെ ബേസാണ് ഫാദറും വീട്ടുകാരൊക്കെ ഇങ്ങനെ സപ്പോർട്ട്. കലാപരമായിട്ട് മറ്റെന്തെങ്കിലും കഴിവുകൾ, പാടുക, അതൊക്കെ സ്കൂള് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതുകൊണ്ടാണല്ലോ ഈ ശാർഗരൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ മ്യൂസിക്കിന്റെ ഡയറക്ടർ ഞാനല്ലേ. അതാണ് ചോദിക്കുന്നത്. ഇത് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ 7 വർഷം കണ്ടിന്യൂസ് ദൂരദർശനിലെ മ്യൂസിക്കൽ പ്രോഗ്രാം അല്ലേ ചെയ്തത്. അപ്പൊ എനിക്ക് എന്തായാലും അതിന്റെ ടാലന്റ് കാണൂലേ. അപ്പൊ ആരാണ് അതിന്റെ ഗുരുനാഥൻ? അങ്ങനെയല്ല, ഞാൻ എല്ലാവരും ഗുരുവാണ്. എന്ന് വെച്ചാൽ മ്യൂസിക്കിന്റെ ആൾക്കാരെ കൂടെ ഇരുന്നിട്ടാണ് മോഹൻ സിത്താര സാർ, അദ്ദേഹം ഇങ്ങനെ എല്ലാരെയും കൂടെ നമുക്ക് ഈ എന്തോ പറയാ അങ്ങനെ ഒരു അറിവുണ്ടല്ലോ. ഡയറക്ടറായിട്ട് നിന്ന് ഡയറക്ഷൻ അല്ലാതെ നമ്മൾ അതിന്റെ കൂടെ രണ്ട് രീതിയുണ്ടല്ലോ. എല്ലാരും ഇതിനെ തന്നെ ശാർഗ ഇന്റർവ്യൂല് പറഞ്ഞാണ്, അത് ഒരു പാട്ടല്ലാതെ രണ്ടാമതും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. വഴി
ആ ഒരാളിനെ നമ്മൾ പഠിപ്പിച്ച് അതിനെക്കാട്ടും ഷാർഗറിനെ ഇങ്ങനെ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര റിസ്ക് ആയിരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറെ അത് പഠിപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ വാട്സപ്പ് എന്നുള്ള പുതിയ ചിത്രം അതൊരു കൊമേഴ്ഷ്യൽ ചിത്രമായിട്ടാണോ? നല്ല ഫാമിലി സബ്ജക്റ്റ് ആണ്. കഥയൊക്കെ അതിന്റെ ടെക്നിക്കലി ബേസ്ഡ് ആരൊക്കെയാണ്? അത് ടെക്നിക്കലി കുറച്ച് പേരുണ്ട്. അത് കഥ ഒരു ഡോക്ടർ ബിജു കോട്ടപ്പുറം എന്ന് പറയും. അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊരു ത്രെഡ് എടുത്തിട്ട് അതിനെ നമ്മൾ ഡെവലപ്പാക്കി ചെയ്തിട്ടുണ്ട്. നല്ല സംഭവമാണ്. കാരണം ഇപ്പോഴും സമൂഹത്തിന് ഇപ്പൊ നമ്മൾ കുട്ടികളുടെ സിനിമ അത് ചെയ്ത് സത്യം പറഞ്ഞാൽ അതിങ്ങനെയല്ല കുട്ടികളെ കാണിക്കേണ്ടത്. ആ കൂത്തുപറമ്പ് കണ്ടുകൊണ്ടിരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ആ തിയേറ്ററിൽ കണ്ട കുട്ടിക്ക് ഒരു അംശമെങ്കിലും അതിനകത്ത് കാണും. ഒരാളിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഒരാളെങ്ങനെ, അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഇവരാ സത്യം പറഞ്ഞ മീഡിയക്കാർ പോലും അത്ര സപ്പോർട്ട് തന്നില്ല. കാര്യം ആ സിനിമയെ ബൂസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന് ആ സിനിമയെല്ലാം ബൂസ്റ്റ് ചെയ്തുള്ള, പക്ഷെ അതിനെക്കാട്ടും ലോക്കൽസ് ആയിട്ടുള്ള വാർത്തകൾ ബൂസ്റ്റ് ചെയ്യുക കുട്ടികൾ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ അത് എനിക്ക് നല്ല ഒരു കണ്ട കുട്ടികൾക്ക് എന്തായാലും മനസ്സിലാവും. നമ്മളൊരു സിനിമ കാണാൻ പോയപ്പോൾ അതിലെന്താണ് നമുക്ക് കുട്ടികളുടെ സന്ദേശം നൽകി. കുട്ടികളുടെ സിനിമയ്ക്ക് കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയാണ് ഏട്ടാ ഇങ്ങനെയാണ് അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർക്കൊരു ചെറിയൊരു ബേസ് ഒക്കെ കൊടുക്കുക. എന്ന് വെച്ചാൽ കുട്ടികളുടെ പീഡനം ഭയങ്കരമായിരുന്നു. ഞാൻ ഈ പത്രങ്ങൾ എൻ്റെ ആ കട്ടിങ്സ് ആണ് എൻ്റെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്. ഈ സിനിമ നടക്കുമ്പോഴും പലയിടത്തും പല പ്രശ്നവും നടക്കുന്നുണ്ടിരിക്കും. എൻ്റെ അടുത്ത് പലരും ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറയും അത് എനിക്ക്, പക്ഷെ അതൊരു വൻ നഷ്ടമാണ്. കാര്യം നമ്മളത് സാമ്പത്തികമല്ല, ഞാൻ പറയും കുട്ടികളിൽ എത്താത്തതൊരു വലിയ നഷ്ടമാണ്. ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണ് ഈ സിനിമ, അതെന്താണ്, നമ്മൾ ആരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടുമായിരുന്നു. ഒരു ടിക്കറ്റ് എടുക്കുക എന്നുള്ളതല്ല, കുട്ടിക്ക് ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല, കുട്ടിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അത് വരും ദിവസങ്ങളുണ്ടല്ലോ ഇതൊക്കെ ചർച്ചയാവുകയാണെങ്കിൽ ഇത് വീണ്ടും ജനങ്ങളിലേക്ക് എത്താനുള്ള വഴികളിലുണ്ട്. അതിനുള്ള ഒരു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ജനങ്ങളിൽ എത്തിക്കുക സംഭവമൊക്കെ ശരി. പക്ഷെ എന്നെ പോലെ ഇനി ആരെങ്കിലും നല്ല, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതേപോലെ സമൂഹത്തിന് ഇനി ഒരു നല്ലൊരു സംഭവം കൊണ്ടുവരുമ്പോഴേ അത് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. അപ്പോഴത്തേക്ക് അതേപോലെയുള്ള സിനിമകൾ എടുക്കുക. അതിന് അവാർഡ് കിട്ടിയെന്നത്, അതുപോലെ തന്നെ അവാർഡ് നേടിയൊരു വ്യക്തിയാണ് അവാർഡ് മേടിച്ചു കൊടുത്തത്. അതുപോലെ ഒത്തിരി അവാർഡുകൾ കയ്യിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇല്ല, ഞാൻ വേറെ വലിയ അവാർഡുകളൊന്നും, എനിക്ക് വേൾഡ് റെക്കോർഡ് പിന്നെ ഗിന്നസിൽ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് പ്രാവശ്യത്തെ കുട്ടികളുടെ ചിത്രത്തിനുള്ള ഏറ്റവും നല്ല ഡയറക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ അങ്ങനെ കൂടുതൽ സിനിമ എന്ന രീതിയിൽ 3 സിനിമകളാണ് ഇപ്പം അല്ലെ, മൂന്നാമത്തെ സിനിമയാണ് വാട്സപ്പ്. മറ്റു ആൽബങ്ങളോ മറ്റു കാര്യങ്ങളോ ഇപ്പം ആദ്യത്തെ ആൽബം എന്ന് പറഞ്ഞതുപോലെ അതെ, അത് 100 കണക്കിനുണ്ട്. അത് ഇഷ്ടംപോലെ. ഇപ്പോഴും വളരെയുള്ള ഏറ്റവും കൂടുതൽ പോയിട്ട് EV വത്സം മാഷിന്റെയാണ്. ഇടയ്ക്ക് ഞാൻ വത്സം മാഷിനെ കണ്ടിരുന്നു. വത്സം മാഷും നല്ല അഭിപ്രായം. എന്തായാലും ഇങ്ങനെയല്ല, വത്സം മാഷിനോട് പറഞ്ഞ നിന്റെ ഇതല്ല പ്രതീക്ഷിച്ചത്, അടുത്തിരുന്ന ഷാർഗറിന്റെ അടുത്ത് തന്നെ പറയണം, നിനക്ക് ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ സാറിന് ഞാൻ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴത്തേക്ക് ഞാൻ ഇന്നല്ല നിന്റെ എന്ന് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ചെറുതിലെ അദ്ദേഹം കാണുന്ന ഞാൻ ഈ വെറൈറ്റി സാധനങ്ങൾ ചെയ്യണ അദ്ദേഹം ഷാർഗറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന്റെ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിലും വലുത് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തായാലും ഒരു മെസ്സേജ് നൽകുന്ന ഒരു ചിത്രം നമ്മുടെ ഇടയിലേക്ക് കടന്നുപോയി. നമുക്ക് ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാഹചര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സമായിട്ടുണ്ടാവും അല്ലെ. വാട്സപ്പ് ഒരുങ്ങുകയാണ്. വാട്സപ്പുകളിൽ നിന്നും വാട്സപ്പുകളിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള ഒരു വേദി ഒരുക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ചുരുങ്ങിയ സമയം നല്ല തിരക്കിനിടയ്ക്ക് ഇദ്ദേഹം ഒരു പുതിയ പ്രൊജക്ടിനടക്കാണ് ഞാൻ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. കേരളയ്ക്കും എന്റെ എല്ലാവിധമായ നമസ്കാരം, നന്ദി. തിരക്കിനിടയിലും എനിക്ക് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യം നമ്മുടെ സ്റ്റാൻഡേർഡ് 5Bയുടെ ഡയറക്ടർ ഇനി ഇത് വാട്സപ്പ് എന്ന ചിത്രത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കഴിഞ്ഞതിൽ ഞങ്ങൾ അതീവ സംതൃപ്തരാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിയപ്പെടേണ്ടവരെ അല്ലെങ്കിൽ കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.